ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ തൊട്ട് എനിക്ക് പൊതിച്ചോറ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വെളിയിൽ വാഴയില നോക്കിയാണ് നല്ലൊരു ഇല നോക്കി വെട്ടാൻ വേണ്ടി അങ്ങനെ ഞാൻ ഒരു വാഴയില വെട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഉള്ള കറിയെല്ലാം വെച്ചിട്ട് ഞാനൊരു പൊതിച്ചോറ് റെഡിയാക്കി. അങ്ങനെ കിട്ടിയ വാഴയില വെട്ടി വാട്ടി അതിനുശേഷം ഞാൻ ചോറ് വെച്ച് അതിനുശേഷം കുറച്ച് പയർ തോരനാണ് വെച്ചത്. അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി വെച്ചു. പക്ഷേ എനിക്ക് അത്ര അത് ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ അനിയത്തിക്കായിരുന്നു അത് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അതങ്ങ് വെച്ചു. പിന്നെ എന്തായാലും ചമ്മന്തി വേണമല്ലോ, ചമ്മന്തിയും പിന്നെ അമ്മ തന്നുവിട്ട തൈര് മുളകാണ്, അതും കൂടി വറുത്ത് വെച്ചു. പിന്നെ ഒരു മീൻ പൊരിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റായിട്ട് പൊതിച്ചോറിൻ്റെതായിട്ട് മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 11 മണിക്കാണ് ഞാൻ പൊതിച്ചോറ് പൊതിഞ്ഞ് വെച്ചത്. ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തുറന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഇലയൊക്കെ കീറിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇലയിലല്ലോ വേണ്ടത്, അതിൻ്റെ അകത്തുള്ള സാധനമില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെല്ലാം നേരെ ഒരുമിച്ചാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു പൊതിച്ചോറ് തുറന്നപ്പോൾ ഉള്ള അവസ്ഥ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചോറെടുത്ത് അതിലോട്ട് കുറച്ച് മെഴുക്ക് പുരട്ടി വിരവി. അത് കഴിഞ്ഞ് തുറന്നപ്പോൾ തന്നെ ഭയങ്കര അടിപൊളി മണമായിരുന്നു. ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തിയും കുറച്ച് പയർ തോരനും പിന്നെ കുറച്ച് തൈര് മുളകും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുട്ടയും കുറച്ച് മീൻ പൊരിച്ചതും കൂടി വെച്ചിട്ട് അതിനെ ഉരുട്ടി എടുത്തിട്ട് ആദ്യത്തെ ഒരു വാ ഞാൻ കഴിച്ചു നോക്കി. സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആ 3 മണിക്കൂർ അതിലിരുന്നിട്ട് അതിൻ്റെ ഇലയുടെ ഫ്ലേവറൊക്കെ കൂടി വന്നുകൊണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആദ്യം നമ്മൾ ഈ ചോറൊക്കെ വെക്കുമ്പോൾ വിചാരിക്കും മതിയാവുമെന്ന്. പക്ഷേ ഇത്രയും കറികളൊക്കെ കൂടി വരുമ്പോൾ കുറച്ച് ചോറ് തന്നെ ധാരാളം. ഇത് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറെല്ലാം കൂടി ഡമ്മെന്നായിപ്പോയി. അപ്പോൾ ഞാൻ പെട്ടെന്നെല്ലാം കഴിച്ച് തീർക്കട്ടെ. ബൈ.